ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളെ വീടിൻ്റെ മുറ്റത്താണ് കേട്ടോ അത് കഞ്ഞുണ്ണി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ എണ്ണ ഒന്ന് നീരിറക്കാനും വേണ്ടിയിട്ട് പോവുകയാണ്, എണ്ണ കാച്ചെടുക്കാനും വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതാ അത്യാവശ്യം ഞാൻ നല്ല കുറച്ച് കഞ്ഞുണ്ണി എടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തിൻ്റെ ഇല, ചെമ്പരത്തിൻ്റെ പൂവ്, പിന്നെ നമ്മളെ നാടൻ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ ഇത്. പിന്നെ കുറച്ച് മൈലാഞ്ചിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള കറിവേപ്പിൻ്റെ ഇല, ചെമ്പരത്തി പൂവൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവാണ്. അപ്പോൾ അതാ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടുണ്ട് അടിച്ചെടുത്തേക്കാണ് കേട്ടോ, എന്നാലേ നമുക്ക് കുറച്ചൊന്ന് ഇതാക്കാൻ കഴിയുള്ളൂ. അല്ലാതല്ല നിങ്ങൾക്ക് ചതച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതാ ഞാൻ ഈ ചീനച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് നോക്കാണ്ട മനസ്സിലാവും. ഈ 200 ml എണ്ണ ഞാൻ ഈ പാത്രത്തിലിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 200 ml എണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എണ്ണ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും. കാരണം ഞാൻ ഇതാ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടായതിന് ശേഷമാണ് 200 ml പിന്നെയും വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 200 ml എണ്ണ 200 ml വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നല്ലതുപോലെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കാൻ കേട്ടോ. ഇത് നല്ല വറ്റി വരും ചെയ്യും. നമ്മൾ എത്രത്തോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് വറ്റി വരും ചെയ്യും. പിന്നെ അതെല്ലാം നമ്മൾ എണ്ണക്ക് മാറ്റം ഉണ്ടാവും കേട്ടോ. എണ്ണ നല്ല ഗ്രീൻ കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ അതാ ഇത്രത്തോളം ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. നമ്മൾ വെള്ളമൊക്കെ വറ്റി നമ്മളെ എണ്ണയും വെളിച്ചെണ്ണയും മാത്രമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി എണ്ണ എത്രത്തോളം വന്ന് 200 ml ബോട്ടിലിൽ കറക്റ്റായിട്ട് വേണം. ബാക്കി നമ്മളെ ഗ്ലാസ്സിലേനി 200 ml തന്നെ കറക്റ്റാണ്. അപ്പോൾ ഇത്രയും എണ്ണ 200 ml നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 400 ml ഉണ്ട് മൊത്തത്തിൽ. അപ്പോൾ ദാ ഇത് നമ്മളെ മുടി വളർച്ചയ്ക്കും മുടി നിരക്കൊക്കെ നല്ലതാണ്. പിന്നെ അതെല്ലാം നമ്മളെ തലക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് ചെമ്പരത്തി താളിൻ്റെ അതേപോലെ തന്നെ നമ്മൾ കനം ഉണ്ടാവും കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ.